ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. USA മല്ലുവിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചും കമൻസിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഗ്രീൻ കാർഡ്. ഇവിടെ B1 B2 വിസ എടുക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരുടെ ആഗ്രഹം ഗ്രീൻ കാർഡ് കിട്ടണം എന്നുള്ളതാണ്. കാരണം ഗ്രീൻ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ജീവിതം സെറ്റാക്കുക എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടായിരിക്കും പലർക്കും ഗ്രീൻ കാർഡ് എന്ന് കേൾക്കുമ്പോൾ ഇത്ര ഒരു പക്ഷേ എന്നാൽ ഈ കാര്യം അത്ര വലിയ സിമ്പിളായിട്ടുള്ള കാര്യമല്ലെന്ന് ആദ്യമേ പറയട്ടെ കേട്ടോ. B1 B2 വിസയിൽ പോയിട്ട് നിങ്ങൾക്ക് ഗ്രീൻ കാർഡിലേക്ക് മാറാനുള്ള ഓപ്ഷൻസ് നിരവധിയാണെന്നിരിക്കെ തന്നെ ഗ്രീൻ കാർഡിലേക്കുള്ള സാധ്യതകൾ പല പാത്വേകളിലും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ പലതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഏതൊക്കെ പാത്വേയിൽ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് നേടിയെടുക്കാൻ, അതായത് അമേരിക്കൻ പൗരത്വത്തിലേക്ക് കടക്കാൻ കഴിയും എന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾക്ക് എല്ലാവരും നല്ല ഫാമിലി ബേസ്ഡ് ഗ്രീൻ കാർഡാണ്. അതായത് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്, സ്പൗസ്, ചിൽഡ്രൻ, അൺമാരിഡ് ചിൽഡ്രൻ, 21 വയസ്സിൽ താഴെയുള്ള അൺമാരിഡ് ചിൽഡ്രൻ, അച്ഛനമ്മകൾ, അമ്മ, അങ്ങനെ ഇമ്മീഡിയറ്റ് ബ്ലഡ് അല്ലെങ്കിൽ ലീഗൽ റിലേഷൻഷിപ്പ് അമേരിക്കൻ പൗരനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ബേസ്ഡ് ഗ്രീൻ കാർഡിന് എലിജിബിളാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് അല്ലാത്തവർക്കും ഗ്രീൻ കാർഡ് കിട്ടാം. പക്ഷേ അതിൻ്റെ വെയിറ്റിംഗ് ടൈം വളരെ അധികമായിരിക്കും. കാരണം ഫോർ എക്സാമ്പിൾ സിബ്ലിങ്സ്, സഹോദരങ്ങൾ, അങ്ങനെയുള്ള കാറ്റഗറീസിന് വെയിറ്റിംഗ് ടൈം വളരെ കൂടുതലായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഗ്രീൻ കാർഡ് ത്രൂ എംപ്ലോയ്മെൻറ്റ്. അത് EB1, EB2, EB3, EB4, EB5 ഈ കാറ്റഗറീസിലാണ് നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് വഴി ഗ്രീൻ കാർഡ് കിട്ടുന്നത്. ഇതിന് നിങ്ങൾക്കൊരു ലോയർ ത്രൂവേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എംപ്ലോയി സ്പോൺസർഷിപ്പ് ഉണ്ടാകണം. സോ EB1 എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈലി സ്പെഷ്യൽ കാറ്റഗറീസ്, ജീനിയസ്, റിസർച്ച് സ്കോളേഴ്സ്, അങ്ങനെയുള്ളവർക്കാണ് EB1. EB2 എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്വാൻസ് ഡിഗ്രി ഉള്ള ആൾക്കാരും, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഗ്രീസ് ഉള്ള EB2. EB3 എന്ന് പറയുമ്പോഴത്തേക്ക് സ്കിൽഡ് വർക്കേഴ്സ് ആൻഡ് IT പ്രൊഫഷണൽസ്, അവർക്കൊക്കെ EB3 അപ്ലൈ ചെയ്യാം. പിന്നെ EB4 എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെഷ്യൽ റോൾസ്, ഈ റിലീജിയസ് വർക്കേഴ്സ്, അവർക്കൊക്കെ വേണ്ടിയാണ് EB4. EB5 എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് വിസയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ $800,000 നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് നേടിയെടുക്കാം. സോ ഇതാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് ഗ്രീൻ കാർഡ് പാത്വേയുടെ കാറ്റഗറീസ്. പിന്നെ ഇമിഗ്രേഷൻ, ഗ്രീൻ കാർഡ് ത്രൂ സ്പെഷ്യൽ ഇമിഗ്രേഷൻ, അതായത് റിലീജിയസ് വർക്കേഴ്സ്, സ്പെഷ്യൽ ഇമിഗ്രൻറ്റ് ജുവനൈൽ, അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം, അല്ലെങ്കിൽ ജുവനൈൽസ് ഫിസിക്കലോ അല്ലെങ്കിൽ മാനസികമായ അബ്യൂസ് നേരിട്ട ജുവനൈൽസ്, അഫ്ഗാനിസ്ഥാൻ ഇറാഖ് നാഷണൽസ്, ഇൻ്റർനാഷണൽ ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മീഡിയ കമ്പനികളുടെ എക്സിക്യൂട്ടീവ്സ്, പിന്നെ നാറ്റോ സ്റ്റാഫിൻ്റെയൊക്കെ ഫാമിലി മെമ്പേഴ്സ്, ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ് സ്പെഷ്യൽ ഇമിഗ്രേഷൻ റൂൾസിൽ. പിന്നെ ഗ്രീൻ കാർഡ് ത്രൂ റെഫ്യൂജി ഓർ അസൈലം സ്റ്റാറ്റസ്. ഇത് വളരെ ഏറ്റവും എളുപ്പത്തിൽ ഗ്രീൻ കാർഡിലേക്ക് പോകാൻ പറ്റുന്ന ഒരു പാത്വേ ആണ്. US വന്നിട്ട് നിങ്ങൾക്ക് അസൈലം ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ US പുറത്ത് വെച്ച് നിങ്ങൾക്ക് റെഫ്യൂജി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ഈ രണ്ട് പാത്വേയും നിങ്ങൾക്ക് ഗ്രീൻ കാർഡിലേക്കുള്ള വഴികൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ റെഫ്യൂജി അല്ലെങ്കിൽ അസൈലം വഴിയുള്ള ഗ്രീൻ കാർഡാണ് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോൾ ഗ്രീൻ കാർഡ് ത്രൂ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ക്രൈം വിക്ടിംസ് ആണ്. അതിന് 2 വിസയുണ്ട്, T വിസയും U വിസയും. ഇത് നിങ്ങൾ അമേരിക്കയിൽ ഏതെങ്കിലും നോൺ ഇമിഗ്രൻ്റ് വിസയിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് ഈ വിസയിലെ കൺവേർട്ട് ചെയ്യാനും പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ വിക്ടിം ആണെങ്കിൽ നിങ്ങൾ യു ആർ എലിജിബിൾ ഫോർ T നോൺ ഇമിഗ്രൻ്റ് വിസ. നിങ്ങളൊരു ക്രൈം, ഒരു അബ്യൂസിൽ പെട്ട്, ഒരു ക്രൈമിൽ പെട്ട് നിങ്ങൾക്ക് ഇഞ്ചുറിയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് U വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. സോ T വിസ ആൻഡ് U വിസ, ഈ 2 വിസയാണ് ഗ്രീൻ കാർഡ് ത്രൂ ക്രൈം, ട്രാഫിക്കിങ്ങിലും ക്രൈം വിക്ടിമായിട്ടുള്ളതിൽ T വിസ, U വിസ, ഈ 2 വിസകളാണ്. ഇത് ഗ്രീൻ കാർഡിലേക്കുള്ള ഒരു അബ്യൂസിൻ്റെ ബേസിൽ ഗ്രീൻ കാർഡുണ്ട്. അതായത് നിങ്ങളൊരു US സിറ്റിസൻ്റെ അച്ഛനോ അമ്മയോ ഭർത്താവോ ഭർത്താവോ അല്ലെങ്കിൽ ചൈൽഡോ ഈ US സിറ്റിസനാൽ നിങ്ങൾക്ക് അബ്യൂസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാവ പെറ്റീഷൻ ഫയൽ ചെയ്ത് ഗ്രീൻ കാർഡിലേക്ക് അടക്കാം. അതാണ് ഇത് അബ്യൂസ് വഴിയുള്ള ഒരു ഗ്രീൻ കാർഡിൻ്റെ പാത്വേ എന്ന് പറയുമ്പോൾ. ലോകത്തിലെ പല രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഉണ്ടായിരുന്ന മിലിറ്ററി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചിട്ട് അമേരിക്ക ഗ്രീൻ കാർഡ് കൊടുക്കുന്നുണ്ട്. ലൈബീരിയൻ, പിന്നെ റെഫ്യൂജി ഇമിഗ്രേഷൻ, പിന്നെ ഡൈവേഴ്സിറ്റി വിസ പ്രോഗ്രാം,
അങ്ങനെ സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് കുറേ പല കൺട്രികൾക്ക് വേണ്ടിയിട്ടും ഗ്രീൻ കാർഡ് പാത്വേസ് ഉണ്ട്. ഓരോ കൺട്രിക്ക് ഓരോ അതൊരു ഡൈവേഴ്സിറ്റി വിസ ലോട്ടറിയാണ്. അത് ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ H1B പോലെ തന്നെ ഒരു ലോട്ടറി വിസ പാത്വേയാണ് ഗ്രീൻ കാർഡിലേക്കുള്ള. എല്ലാ വർഷവും 55,000 വിസകൾ അമേരിക്കയിലേക്ക് കുടിയേറ്റ നിരക്ക് കുറവുള്ള രാജ്യങ്ങളിൽ നിന്നും 55,000 പേർക്കാണ് ഈ വിസ ലോട്ടറി പൂൾ വഴി നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടുന്നത്. അതായത് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോട്ടറി സിസ്റ്റമാണ്. നിങ്ങൾക്ക് ലോട്ടറി സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസുലേറ്റ് വഴി കോൺസുലാർ പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് അത് ഗ്രീൻ കാർഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. കുടുംബം അടക്കം നിങ്ങൾക്ക് US സെറ്റിൽഡ് ആകും. സോ ദിസ് ഈസ് കോൾഡ് ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി. സോ അപ്പം പിന്നെ ഒരെണ്ണം കൂടെ അവസാനമായിട്ടുള്ള പറയുന്നത് രജിസ്ട്രി വഴി. 1971 മുതലോ US താമസിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രി വഴി നിങ്ങൾക്ക് US സിറ്റിസൺഷിപ്പിന് എലിജിബിൾ ആകാം. സോ ഗ്രീൻ കാർഡിനെ കുറിച്ച് ഏതൊക്കെ പാത്വേയിൽ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് സംഘടിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമായിരുന്നു ഈ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ്. ഇതിൽ ഓരോന്നിനെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഉടനെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.